Hello friends, welcome to our channel Platform for Writing. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജാവയെ കുറിച്ച് പഠിക്കുന്നവർക്കും ഇന്റർവ്യൂവിന് വേണ്ടി ജാവ പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഇല്ലെങ്കിൽ ജാവ പഠിച്ചു കഴിഞ്ഞിട്ട് ഒന്നുകൂടി റിവേഴ്സ് ചെയ്യാൻ വരുന്നവർക്കും എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം എവിടെയെങ്കിലും നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ അവിടെ നിങ്ങൾക്ക് അത്രയും സിമ്പിളായി പറയുന്ന പോയിന്റ്സുകൾ മിസ്സായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അത്രയും സിമ്പിൾ ആയിട്ടാണ് പോയിന്റ്സുകൾ കൊടുത്തിരിക്കുന്നത്. ഓരോ ഹെഡിങ്ങിന്റെ താഴെ നിങ്ങൾക്ക് ഇതുവരെ കാണാത്ത അത്ര സിമ്പിൾ ആയിട്ടാണ് ഞാൻ ഓരോ പോയിന്റ്സും നോട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണാൻ ശ്രമിക്കണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ. ഇനി വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ജാവ എന്താണെന്ന് നോക്കാം. ജാവ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അത് ഇന്റർനെറ്റിലെ ഡിഫറെന്റ് എൻവറോൺമെന്റിലാണ് അത് യൂസ് ചെയ്യുന്നത്. പിന്നെ ജാവ എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് കൂടിയാണ്. അതായത് ഇംഗ്ലീഷിലൊക്കെയാണ് നമ്മൾ എഴുതുന്നത്. കോഡൊക്കെ ഇംഗ്ലീഷിലൊക്കെ എഴുതുന്നത് കൊണ്ട് അതൊരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. നമുക്ക് റീഡ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും വളരെ ഈസിയാണ്. പിന്നെ പോപ്പുലർലി ഇത് യൂസ് ചെയ്യുന്നത് കൺസോളിലും പിന്നെ GUIയിലും അതായത് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിലും വെബിലും മൊബൈൽ ആപ്ലിക്കേഷനിലൊക്കെയാണ് ഇത് പോപ്പുലർലി യൂസ് ചെയ്യുന്നത്. ഇനി ജാവ ഇൻവെന്റ് ചെയ്തത് ആരാന്ന് നോക്കാം. ജാവ ഇൻവെന്റ് ചെയ്തത് 1991 ജെയിംസ് ഗോസ്ലിംഗും സൺ മൈക്രോ സിസ്റ്റംസും ആണ് ജാവ ഇൻവെന്റ് ചെയ്തത്. ഇനി ബൈറ്റ് കോഡ് എന്ന് പറഞ്ഞാൽ JVM എക്സിക്യൂട്ട് ചെയ്യുന്ന കുറച്ച് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് ബൈറ്റ് കോഡ് എന്ന് പറയുന്നത്. ഇനി ജാവയിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ്: സിമ്പിൾ, ആർക്കിടെക്ചർ ന്യൂട്രൽ, ഒബ്ജക്റ്റ് ഓറിയന്റഡ്, പോർട്ടബിൾ, ഡിസ്ട്രിബ്യൂട്ടഡ്, ഹൈ പെർഫോമൻസ്, മൾട്ടിത്രെഡഡ്, റോബസ്റ്റ്, ഡൈനാമിക്, സെക്യൂർ. ഇതൊക്കെയാണ് ജാവയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ ജാവ എന്ന് പറഞ്ഞാൽ ഒരു കേസ് സെൻസിറ്റീവ് ആണ്. ഇതിന് അപ്പർ കേസും ലോവർ കേസുമായിട്ട് കേസ് സെൻസിറ്റീവ് ആയിട്ടാണ് ജാവ കോഡ് നമ്മൾ എഴുതേണ്ടത്. ഇനി 48 റിസർവ്ഡ് കീവേഡ്സ് ആണ് ഇതിലുള്ളത്. പിന്നെ Println എന്നൊരു മെത്തേഡ് ഉണ്ട്. അത് സിസ്റ്റം ക്ലാസ്സിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. Println മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഡിസ്പ്ലേ ആകുന്നത്. ഇനി ജാവയിലുള്ള കുറച്ച് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സുകളാണ് ബൈറ്റ്, ഷോർട്ട്, ഇൻ, ലോങ്, ഫ്ലോട്ട്, ഡബിൾ. ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ്, ഷോർട്ട് 16 ബിറ്റ്, ഇൻ 32 ബിറ്റ്, ലോങ് 64 ബിറ്റ്, ഫ്ലോട്ട് 32 ബിറ്റ്, ഡബിൾ 64 ബിറ്റ്. ഇതാണ് ജാവയുടെ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ്. ഇനി അറേ എന്താണ്? അറേ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ടൈപ്പില് ഒരു ഫിക്സ്ഡ് നമ്പർ ഓഫ് വാല്യൂസിനെ ഹോൾഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അറേ എന്ന് പറയുന്നത്. അറേയിലുള്ള ഓരോ ഐറ്റത്തിനെയാണ് എലമെന്റ് എന്നും പറയുന്നത്. ഇനി സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ്. ജാവയിലെ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇഫും സ്വിച്ചും. ഇഫില് നമുക്ക് ഏത് തരത്തിലുള്ള ബൂളിയൻ എക്സ്പ്രഷൻസും ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. സ്വിച്ച് ആണെങ്കിൽ അതിന് ഇക്വാലിറ്റി മാത്രമേ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ജംപ് സ്റ്റേറ്റ്മെന്റ്സും ബ്രാഞ്ച് സ്റ്റേറ്റ്മെന്റ്സ്, അതായത് ജംപ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ബ്രാഞ്ച് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അതിന് ബ്രേക്ക്, കണ്ടിന്യൂ, റിട്ടേൺ എന്ന് 3 ജംപ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഉള്ളത്. ഇനി കൺസ്ട്രക്ടർ എന്താണ്? ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഒബ്ജക്റ്റും ഇനീഷ്യലൈസ് ആവുന്നതിനെയാണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിലെ മെത്തേഡ്സിന് സെയിം നെയിമും ഡിഫറെന്റ് പാരാമീറ്റർ ലിസ്റ്റും ആയിരിക്കും. ഇനി ഗാർബേജ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ജാവയില് deallocation ഓട്ടോമാറ്റിക്കലി ഹാൻഡിൽ ചെയ്യുന്നത് ഫൈനലൈസ് എന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. ദെൻ റിക്കർഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ഡിഫൈനിങ് സംതിങ് ഇൻ ടേംസ് ഓഫ് ഇറ്റ് സെൽഫ്. ദാറ്റ് മീൻസ് റിക്കർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷനെ ബൈ ഇറ്റ് സെൽഫ് സ്വയം കോൾ ചെയ്യുന്നതിനെയാണ് റിക്കർഷൻ എന്ന് പറയുന്നത്. അടുത്ത സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് മെത്തേഡ്സ് മാത്രമേ കോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സ്റ്റാറ്റിക് ഡാറ്റനെ മാത്രമേ ആക്സസ് ചെയ്യാനും പറ്റുള്ളൂ. ഈ സ്റ്റാറ്റിക്കില് ദിസും സൂപ്പർ കീവേഡും യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇനി ഫൈനൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം എഴുതുമ്പോൾ ഏതെങ്കിലും കണ്ടന്റ്സ് മോഡിഫൈ ചെയ്യാണ്ട് നമുക്ക് അവിടെ കെടുക്കണമെങ്കിൽ അത് ഫൈനലിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കണ്ടന്റ് ഒരിക്കലും പ്രോഗ്രാം എക്സിക്യൂഷനിൽ മോഡിഫൈ ആവില്ല. മോഡിഫൈ ചെയ്യാണ്ടിരിക്കാനുള്ള കണ്ടന്റ്സ് വേണം ഫൈനലിൽ കൊടുക്കേണ്ടത്. ആക്സസ് സ്പെസിഫയേഴ്സ് ആണ് 3 എണ്ണം ഉള്ളത്: പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്. ബൈ ഡിഫോൾട്ട് അത് പബ്ലിക് ആയിരിക്കും. നമ്മൾ
സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ അത് പബ്ലിക് ആയിരിക്കും. ഇൻഹെറിറ്റൻസ് എന്താണ്? ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ ക്ലാസിന്റെ എല്ലാ പ്രോപ്പർട്ടീസും അതിന്റെ സബ് ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യുന്നതിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. 2 തരത്തിലുള്ള ഇൻഹെറിറ്റൻസ് ആണുള്ളത്. സിംഗിൾ ലെവലുണ്ട്, മൾട്ടി ലെവലുണ്ട്. ജാവയിൽ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇന്റർഫേസിനെ ഇംപ്ലിമെന്റ് ചെയ്യണം. മെത്തേഡ് ഓവർറൈഡിങ്. മെത്തേഡ് ഓവർറൈഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ ക്ലാസ്സിലെ മെത്തേഡ് പോലെ തന്നെ അതിന്റെ സബ് ക്ലാസ്സിലും മെത്തേഡ്സിന് സെയിം നെയിമും സെയിം ടൈപ്പും ആയിരിക്കും. അതിനെയാണ് മെത്തേഡ് ഓവർറൈഡിങ് എന്ന് പറയുന്നത്. പിന്നെ ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച് എന്ന് പറഞ്ഞാൽ അത് റൺ ടൈമിലാണ് ചെയ്യുന്നത്. റൺ ടൈമിലാണ് എക്സിക്യൂട്ട് ആവുന്നത്, കമ്പൈൽ ടൈമിലല്ല. ഇനി അബ്സ്ട്രാക്ട് ക്ലാസ്സസ് എന്താണ്? അബ്സ്ട്രാക്ട് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ അതും ഒരു സൂപ്പർ ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യുന്നു. അതിന്റെ മെത്തേഡ്സിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ പ്രൊവൈഡ് ചെയ്യില്ല. അബ്സ്ട്രാക്ട് ക്ലാസ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ക്ലാസിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് അബ്സ്ട്രാക്ട് എന്ന കീവേഡ് യൂസ് ചെയ്യണം. അബ്സ്ട്രാക്ട് ക്ലാസ്സുകൾക്ക് അബ്സ്ട്രാക്ട് കൺസ്ട്രക്ടറെയോ അതുപോലെ തന്നെ സ്റ്റാറ്റിക് മെത്തേഡ്സിനെയോ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കില്ല. ഇനി എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ഫ്ലോ ഓഫ് ദ പ്രോഗ്രാമിൽ എന്തെങ്കിലും എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. എക്സെപ്ഷനിൽ 5 കീവേഡ്സ് ആണ് വരുന്നത്. ട്രൈ, ക്യാച്ച്, ത്രോ, ത്രോസ്, ഫൈനലി. 3 തരത്തിലുള്ള എക്സെപ്ഷൻ ആണുള്ളത്. ചെക്ക്ഡ് എക്സെപ്ഷൻ, എറർ, റൺ ടൈം എക്സെപ്ഷൻ. ട്രൈ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ട്രൈ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സിക്യൂഷൻ നടക്കുമ്പോൾ അതിൽ എന്തെങ്കിലും എക്സെപ്ഷൻ ഒക്കർ ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ ട്രൈ ബ്ലോക്കിലാണ് കൊടുക്കുന്നത്. ട്രൈ ബ്ലോക്കിന് എപ്പോഴും ക്യാച്ച് ബ്ലോക്ക് ഉണ്ടായിരിക്കും. ഈ നടക്കുന്ന എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാച്ച് ബ്ലോക്ക്. ഇനി അടുത്തത് ക്യാച്ച് എന്താണെന്ന് നോക്കാം. ക്യാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനൊരു ട്രൈ ബ്ലോക്ക് ഉണ്ടായിരിക്കും. ഒരു സിംഗിൾ ആയിട്ടുള്ള ട്രൈ ബ്ലോക്കിന് ഒരുപാട് ക്യാച്ച് ബ്ലോക്കും ഉണ്ടാവാം. ഈ ത്രോ എന്താണ്? ത്രോ എന്ന് പറഞ്ഞാൽ ഒരു എക്സെപ്ഷനെ എക്സ്പ്ലിസിറ്റ്ലി ത്രോ ചെയ്യും. ഇത് ഇൻസ്റ്റൻസ് ആണ് ഫോളോ ചെയ്യുന്നിരിക്കുന്നത്. ത്രോസ് ആണെങ്കിൽ അത് മൾട്ടിപ്പിൾ എക്സെപ്ഷനെയാണ് ത്രോ ചെയ്യുന്നത്. ഇതൊരു എക്സെപ്ഷനെ ഡിക്ലെയർ ചെയ്യും. ഇതിന് ക്ലാസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഇനി ഫൈനലി എന്താണ്? ഫൈനലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സെപ്ഷൻ നടന്നാലോ ഇല്ലെങ്കിലും എന്തായാലും എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സിന് ഫൈനലിയിൽ വേണം നമ്മൾ കൊടുക്കേണ്ടത്. ഫൈനലിയിൽ ട്രൈയും ക്യാച്ച് ബ്ലോക്കും ഉണ്ടായിരിക്കും. ഇനി ബിൽറ്റ് ഇൻ എക്സെപ്ഷൻസ് ആണ് 2 എണ്ണം. ചെക്ക്ഡ് എക്സെപ്ഷൻ ഉണ്ട്, അൺചെക്ക്ഡ് എക്സെപ്ഷൻ ഉണ്ട്. അൺചെക്ക്ഡ് എക്സെപ്ഷനിൽ വരുന്നതാണ് എറർ, റൺ ടൈം എക്സെപ്ഷൻ ക്ലാസ്സസും. ചെക്ക്ഡിൽ വരുന്നതാണ് ത്രോവബിളിന്റെ അണ്ടറിലുള്ള എല്ലാതും നമ്മൾ ചെക്ക്ഡിലാണ് വരുന്നത്. സ്ട്രീം ക്ലാസ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻപുട്ട് സ്ട്രീം, ഔട്ട്പുട്ട് സ്ട്രീം, റീഡർ, റൈറ്റർ, ഇതൊക്കെയാണ് സ്ട്രീം ക്ലാസ്സസ്. ഇനിയാണ് മെയിൻ ആയിട്ട് JDBC വരുന്നത്. JDBC വളരെ സിമ്പിൾ ആണ്. JDBC എന്ന് പറഞ്ഞാൽ ജാവ ഡാറ്റാബേസ് കണക്ടിവിറ്റി API തന്നെയാണ്. അതിന്റെ പേരിൽ തന്നെ ഒരു കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അതായത് എന്തിനെ കണക്ട്? ഡാറ്റാബേസിനെ. അപ്പൊ ജാവ ഡാറ്റാബേസ് കണക്ടിവിറ്റി API ആണ് JDBC എന്ന് പറയുന്നത്. അതായത് ജാവ എഴുതുന്ന പ്രോഗ്രാമേഴ്സിന് ജാവ കോഡിൽ DBMS ആക്സസ് ചെയ്യണമെങ്കിൽ JDBC വേണം. JDBCയുടെ കോഡ് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. എല്ലാ പ്ലാറ്റ്ഫോമിലും അത് പോർട്ടബിളും സെക്യൂറും ആയിരിക്കും. റിസൾട്ട് സെറ്റ് എന്താണ്? റിസൾട്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു DBMSന്റെ കൊറിയലൊക്കെ എക്സിക്യൂട്ട് ചെയ്യും ജാവയിൽ. അതിന് വേണ്ടിയിട്ടാണ് JDBC കൊണ്ടുവന്നത്. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വരുന്ന റിസൾട്ട് റിസൾട്ട് ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന റിസൾട്ട് സെറ്റിലാണ്. ഇനി SQL സ്റ്റേറ്റ്മെന്റ്സ് യൂസ്ഡ് ഇൻ JDBC കണക്ടിവിറ്റി. JDBC കണക്ടിവിറ്റിയിൽ യൂസ് ചെയ്യുന്ന കുറച്ച് SQL സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് പറയാം. സെലക്ട്, ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്. ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെയാണ് JDBC കണക്ടിവിറ്റിയിൽ യൂസ് ചെയ്യുന്നത്. ഇനി JDBC ഡ്രൈവർ മാനേജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു DBMSനെ നമ്മളെ പ്രോഗ്രാം കോഡിലേക്ക് കൊണ്ടുവരണം. അത് കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്കറിയാം DBMS എന്നൊക്കെ പറഞ്ഞ ഒരു കണക്ഷൻ കൊടുക്കണം. എവിടേക്കായിട്ട് കണക്ഷൻ കൊടുക്കണം? ഡാറ്റാബേസ് സെർവർ ഉണ്ടായിരിക്കും, അതിനുമായിട്ട് ഒരു കണക്ഷൻ അതിന് കൊടുക്കണം. അങ്ങനെ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റാബേസ് സെർവറിലേക്ക് ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് JDBC ഡ്രൈവർ മാനേജർ. അതിനുവേണ്ടി ഡ്രൈവർ മാനേജർ ക്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ JDBC ഡ്രൈവർ ടൈപ്സ് 4 തരത്തിലാണുള്ളത്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4. ഓരോന്നിന്റെയും പേരെന്താണെന്ന് നോക്കാം. ടൈപ്പ് 1 ആണെങ്കിൽ JDBC ODBC ബ്രിഡ്ജ് ഡ്രൈവർ എന്നാണ് പറയാ.
Type 2 ആണെങ്കിൽ native API driver, that is partially Java driver. Type 3 ആണെങ്കിൽ network protocol driver, that is fully Java driver. Type 4 ആണെങ്കിൽ thin driver, that is fully Java driver. സോക്കറ്റ് എന്നാൽ എന്ത്? സോക്കറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഹോസ്റ്റ് ഉണ്ടായിരിക്കും. രണ്ട് ഹോസ്റ്റ് തമ്മിലുള്ള ഒരു കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് സോക്കറ്റ് എന്ന് പറയുന്നത്. ഇതൊരു റിമോട്ട് മെഷീൻ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യും. ഇവിടെ ഡാറ്റ സെൻഡ് ചെയ്യും, അവിടെ ചെന്ന് ഡാറ്റ റിസീവ് ചെയ്യും. അതിനുശേഷം നമുക്ക് ഡാറ്റ വേണമെങ്കിൽ ഈ ഡാറ്റയുടെ കണക്ഷൻ വേണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാനും സാധിക്കും. AWT സ്വിംഗ് എന്താന്ന് നോക്കാം. AWT എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്ട് വിൻഡോ ടൂൾകിറ്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഇതിലെ കമ്പോണൻസിനെ ഹെവി വെയിറ്റ് കമ്പോണൻസ് എന്നും പറയും. ഈ AWTയിലെ കമ്പോണൻസ് നമുക്ക് ജാവയിൽ യൂസ് ചെയ്യണമെങ്കിൽ ഒരു പാക്കേജ് ഇമ്പോർട്ട് ചെയ്യണം. ആ പാക്കേജ് ആണ് java.awt പാക്കേജ്. ഇത് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് കൂടിയാണ്. സ്വിംഗ് എന്ന് പറയുന്നതിനെ നമ്മൾ ഓൾസോ കോൾഡ് JFCs എന്നും കൂടി പറയും. അതായത് ജാവ ഫൗണ്ടേഷൻ ക്ലാസ്സസ് എന്ന് പറയും. ഈ സ്വിംഗ്സ് ലൈറ്റ് വെയിറ്റ് കമ്പോണൻസ് ആണ്. ഇതിന് ഈ സ്വിംഗിലെ കമ്പോണൻസ് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ javax.swing എന്ന പാക്കേജ് ഇമ്പോർട്ട് ചെയ്യണം. ഇതും പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് തന്നെയാണ്. ഇനി ഇന്റർഫേസ് ആൻഡ് അബ്സ്ട്രാക്ട് ക്ലാസ് നോക്കാം. ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ക്ലാസിന്റെ പോലെ തന്നെ ഒരു സ്ട്രക്ചർ ആണ് അതിന്. ഇത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് മെമ്പറോ കൺസ്ട്രക്ടറോ ഒന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ ഇതിലുള്ള എല്ലാതും പബ്ലിക് ആയിരിക്കും. ഇതിൽ വരുന്ന വേരിയബിൾസ്, ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസ് സ്റ്റാറ്റിക്കും ഫൈനലും ആയിരിക്കും. ഇന്റർഫേസ് എന്ന കീവേഡ് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അബ്സ്ട്രാക്റ്റില് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിനെ സപ്പോർട്ട് ചെയ്യില്ല. ഇത് യൂസ് ചെയ്യുന്ന വേരിയബിൾ ആണ് ഫൈനൽ, നോൺ ഫൈനൽ, സ്റ്റാറ്റിക്, നോൺ സ്റ്റാറ്റിക് വേരിയബിൾസ്. ഇത് അബ്സ്ട്രാക്ട് കീവേഡ് യൂസ് ചെയ്തിട്ടാണ് അബ്സ്ട്രാക്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ത്രെഡ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന കുറച്ച് കോഡിനെയാണ് ത്രെഡ് എന്ന് പറയുന്നത്. ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് സൈമൾട്ടേനിയസ്ലി ആണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുക. ആ എക്സിക്യൂട്ട് ചെയ്യുന്നതിനെ മൾട്ടി ത്രെഡിങ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ വേറൊരു കാര്യം കൂടി അതിന്റെ ഒപ്പം തന്നെ ചെയ്യണമെങ്കിൽ അതിനെയാണ് മൾട്ടി ത്രെഡിങ് എന്ന് പറയാം. നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഇമേജ് ഡിസ്പ്ലേ ആകുമ്പോൾ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ടും കൂടി വരാണെങ്കിൽ ഇപ്പൊ ഇമേജ് ഡിസ്പ്ലേ ആകുമ്പോൾ തന്നെ അറ്റ് ദ സെയിം ടൈം സൗണ്ട് കൂടി പ്രൊഡ്യൂസ് ചെയ്യല്ലേ. അപ്പൊ സൈമൾട്ടേനിയസ്ലി രണ്ട് കാര്യം നടക്കാണ് അവിടെ ചെയ്യുന്നത്. അതാണ് ത്രെഡ് എന്ന് മൾട്ടി ത്രെഡിങ് എന്ന് പറയുന്നത്. മൾട്ടി ത്രെഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ത്രെഡ്സിനെ സൈമൾട്ടേനിയസ്ലി എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് മൾട്ടിപ്പിൾ ത്രെഡിങ് എന്ന് പറയുന്നത്. ത്രെഡ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു മെമ്മറി ഏരിയ ഉണ്ടായിരിക്കും. ഇതൊക്കെ ഷെയർ ചെയ്യും. ഈ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ ടൈം സേവ് ചെയ്യാനും സാധിക്കും. സേവ്സ് ടൈം സേവ് ചെയ്യും. പിന്നെ ഇതും ഇൻഡിപെൻഡന്റ് ആണ്. പിന്നെ പ്രോസസ് ബേസ്ഡ് ആണെങ്കിൽ അത് മൾട്ടി ടാസ്കിങ് ആയിരിക്കും. ത്രെഡ് ബേസ്ഡ് ആണെങ്കിലാണ് അത് മൾട്ടി ത്രെഡിങ് എന്ന് പറയുന്നത്. മൾട്ടി ടാസ്കിങ്ങിനേക്കാളും ഇത് കുറച്ച് ഓവർലോഡ് കുറവാണ് ഇതിന്. ഇനി ത്രെഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന്. ത്രെഡ് ക്രിയേറ്റ് ചെയ്യാൻ ക്ലാസ് ഡിക്ലെയർ ചെയ്യണം. അതിനുശേഷം റൺ മെത്തേഡിനെ ഓവർറൈഡ് ചെയ്യണം. അതിനുശേഷം സ്റ്റാർട്ട് മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യണം. ത്രെഡ് ക്രിയേറ്റ് ചെയ്യാൻ രണ്ട് മെത്തേഡ് യൂസ് ചെയ്താലേ നമുക്ക് പറ്റുള്ളൂ. ഒന്നാമത്തെ മെത്തേഡാണ് ത്രെഡിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. അതുമല്ലെങ്കിൽ റണ്ണബിൾ ഇന്റർഫേസ് ഇതിനു വേണ്ടി ഇംപ്ലിമെന്റ് ചെയ്യണം. ത്രെഡിൽ വരുന്ന സ്റ്റേറ്റ്സുകളാണ് ബോൺ, റെഡി, റണ്ണിങ്, സ്ലീപ്പിംഗ്, വെയിറ്റിംഗ്, ബ്ലോക്ക്, ഡെഡ്. ഇതൊക്കെയാണ് ത്രെഡിന്റെ സ്റ്റേറ്റ്സ്. ഇത്രയേ ഉള്ളൂ ജാവയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ്. ഓവറോൾ ആയിട്ട് ഞാൻ കുറച്ച് മെയിൻ പോയിന്റ്സുകൾ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പഠിച്ചൊരു ഇന്റർവ്യൂവിനായാലും ഒരു വൈവയ്ക്കായാലും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒന്നും പറയാൻ കിട്ടാതിരിക്കില്ല. ഇത്രയും പോയിന്റ്സുകൾ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇത്ര പോയിന്റ്സ് മാത്രം നിങ്ങൾ മെയിൻ ആയിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ടോപ്പിക്കിന് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ കമന്റ് ചെയ്യണം. നിങ്ങൾ കമന്റ് ചെയ്യുന്നതിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.